പ്രസാദ് കൂടിയുണ്ട്. പ്രസാദ്, ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുള്ള അഴിമതി ആരോപണം ഒന്നുകൂടി ശക്തമായി ഉന്നയിക്കുകയാണ് BJP. ഇപ്പോൾ യുവമോർച്ചയുടെ പ്രതിഷേധം എന്തൊക്കെ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ്? പറഞ്ഞതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെയാണ് BJP ഒന്നുകൂടി പ്രക്ഷോഭം ശക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാവുന്നതുപോലെ അനധികൃത നിയമനങ്ങൾക്കെതിരെ അതൊരു മുദ്രാവാക്യമായി ഉയർത്തുകൊണ്ടാണ് സമരത്തിൽ നിരവധി താൽക്കാലിക ജീവനക്കാരെ കോർപ്പറേഷനിൽ നിയമിച്ചിരുന്നു. അത് അഴിമതിയാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് മാർച്ച് നടത്തിയത്. കഴിഞ്ഞ ദിവസവും BJPയുടെ നേതൃത്വത്തിലും മാർച്ചുണ്ടായിരുന്നു. യുവമോർച്ച പ്രക്ഷോഭം ഏറ്റെടുക്കുന്നു. അതേസമയം തന്നെ കോർപ്പറേഷനകത്ത് മേയറുടെ മുറിക്ക് മുന്നിൽ പ്രതിഷേധിച്ച കോർപ്പറേഷൻ കൗൺസിലർമാർ യുവമോർച്ച പ്രതിഷേധത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരികയാണ്. ഇപ്പോഴും പോലീസിന് നേരെ കയ്യിൽ കിട്ടിയ സാധനങ്ങളെല്ലാം വലിച്ചെറിയുകയാണ് പ്രവർത്തകർ. നേരത്തെ കോലത്തിന് മുഖമായി വെച്ച ഒരു മണ്ണിൻ്റെ കലം അത് പോലീസിൻ്റെ ജലപീരങ്കിക്ക് നേരെ വലിച്ചെറിഞ്ഞു. കയ്യിൽ കരുതിയ കല്ല് പോലീസിന് നേരെ വലിച്ചെറിഞ്ഞു. ഇപ്പോഴും ബാരിക്കേഡ് തള്ളിമാറ്റാൻ ശ്രമിക്കുന്നു. അതിനിടയിൽ 2 തവണ ജലപീരങ്കി പ്രയോഗിക്കുകയുണ്ടായി യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ. അനധികൃത നിയമനമാണ് പ്രധാനമായും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കുന്ന ഘട്ടത്തിൽ BJP പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. യുവമോർച്ചയും അതേ സമരം ഏറ്റെടുക്കുകയാണ്. മേയറെ കേന്ദ്രീകരിച്ചുകൊണ്ട് കോർപ്പറേഷൻ ഭരണത്തിനെതിരായി ശക്തമായ പ്രതിഷേധമുയർത്തുക എന്ന രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് യുവമോർച്ച ശക്തമായ സമരം ഇങ്ങോട്ടേക്ക് നടത്തുന്നത്. 2 തവണ ജലപീരങ്കി ബാരിക്കേഡ് തള്ളിമാറ്റാനുള്ള ഒരു ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ട്. പ്രവർത്തകരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ട്. തിരുവനന്തപുരം സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം നടക്കുന്നത്. 100-ൽ താഴെ പ്രവർത്തകർ മാത്രമാണ് ഇവിടെ ഇന്ന് സമരത്തിലുള്ളത്. പക്ഷേ പോലീസിന് നേരെ കല്ലെറിയുന്നു. പോലീസിന് നേരെ പ്രവർത്തകർ കല്ലെറിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് കണ്ടത്. ബാരിക്കേഡ് തള്ളിമാറ്റാനുള്ള ഒരു ശ്രമമുണ്ട്. വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചേക്കും ഉറപ്പായിട്ടും. കാരണം ബാരിക്കേഡ് കൂടുതൽ ശക്തമായി ഇവർ തള്ളിമാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അതിനിടയിലാണ് പോലീസിന് നേരെ കയ്യിൽ കിട്ടിയ സാധനങ്ങളെല്ലാം പ്രവർത്തകർ വലിച്ചെറിയുകയും ചെയ്യുന്നത്. ഒരു പോലീസുമായ ഒരു പ്രകോപനം, അതിലേക്കാണ് യുവമോർച്ച പ്രവർത്തകർ പോകുന്നത് എന്നുള്ളതാണ്. മേയർ രാജിവെക്കണം എന്ന മുദ്രാവാക്യം അതൊരു രാഷ്ട്രീയ തീരുമാനമാക്കി ഏറ്റെടുത്തുകൊണ്ട് BJPയുടെ നേതൃത്വത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് സമരം കൂടുതൽ ശക്തമാക്കുന്നത്. കോർപ്പറേഷനിലെ നിയമനങ്ങൾ അത് അനധികൃതമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. ഇപ്പോഴും പിന്മാറിയിട്ടില്ല പ്രവർത്തകർ എന്നതാണ്. ബാരിക്കേഡ് തള്ളിമാറ്റാനുള്ള ഒരു ശ്രമമുണ്ടാകുന്നു. മതിൽ ചാടിക്കടക്കാനുള്ള ഒരു ശ്രമം പ്രവർത്തകരുടെ ഭാഗത്ത് ഉണ്ടാകുന്നു. അതായത് ഈ കോർപ്പറേഷൻ്റെ പ്രധാന ഗേറ്റിൻ്റെ അരികിലൂടെ, ബാരിക്കേഡിൻ്റെ അരികിലൂടെ അകത്തേക്ക് കയറാനുള്ള ഒരു ശ്രമം കുറച്ചുമായി ഉന്തും തള്ളും ഉണ്ടാവുകയാണ്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്നു. ഒരു സംഘർഷത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത. വലിയ സംഘർഷം തന്നെയാണ്. മേയർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധമാണ്. പോലീസുകാരെ തള്ളിമാറ്റുന്നുണ്ട് പ്രവർത്തകർ. വനിതാ യുവമോർച്ച പ്രവർത്തകരുമുണ്ട്. അതോടുകൂടി പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്നു. ഒരു സംഘർഷത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത. 2 ഭാഗങ്ങളിലുമായി പ്രവർത്തകരും പോലീസും ഒരു മതിലിൻ്റെ അപ്പുറവും ഇപ്പുറവും നിന്നുകൊണ്ട് നേർക്കുനേർ നിൽക്കുകയാണ്. ഇപ്പോഴും കൂടുതൽ ഈ ഭാഗത്ത് നിൽക്കുന്നു. പോലീസുമായി ബലപ്രയോഗത്തിൽ ഏർപ്പെടുകയാണ്. പോലീസുമായി ഉന്തും തള്ളിലേക്കും ഇത് മതിലിൻ്റെ അപ്പുറവും ഇപ്പുറവുമാണ്. ശ്രുതി.